ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? അടിപൊളിയല്ലേ കാര്യങ്ങൾ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് പോകുന്നു. ഇന്നിപ്പോ ഞാൻ എത്തിയത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമയെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഇങ്ങനെ പിടിക്കാത്തൊരു കേസാണ് ഇത്. കാരണം ഇങ്ങനത്തെ ഒരു ഗാങ്സ്റ്റർ, അങ്ങനത്തെ ഒരു വയലൻസ് ഒക്കെ ഉള്ള ടൈപ്പ് സിനിമകൾ എന്റെ ഒരു വലിയ ഫാൻ അല്ല ഞാൻ. അങ്ങനത്തെ സിനിമകൾ കൂടുതലും കണ്ടിട്ടില്ല. ഇപ്പോഴും ഞാൻ കാണാത്ത സിനിമകള്, അങ്ങനത്തെ കുറെ സിനിമകൾ ലിസ്റ്റിലുണ്ട്. ഞാൻ അങ്ങനത്തെ ഒരു ഫാനിസത്തിനെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനത്തെ സിനിമകളിലൊന്നും എനിക്ക് അത്ര താല്പര്യമില്ല. കാരണം ഒരു വ്യക്തിനെ വെച്ചിട്ട്, ആ വ്യക്തിന്റെ സിനിമയുടെ ക്യാരക്ടർ വെച്ചിട്ട് അവർക്ക് വേണ്ടി ആ ഒരു ഫാൻ ബേസ് ഒരു സിനിമ എടുക്കുന്നില്ലേ, അങ്ങനത്തെ ഇതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷെ ഞാൻ ഈ അടുത്ത് കണ്ട ഒരു സിനിമയാണ് ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ തല അജിത്തിന്റെ മെയിൻ ക്യാരക്ടറായിട്ട് വന്നിട്ടുള്ള ഒരു സിനിമ. അദ്ദേഹത്തിന്റെ അത് എന്താന്ന് വെച്ചാൽ അത് പ്യൂർലി അദ്ദേഹത്തിന്റെ ഫാനിന് വേണ്ടി ചെയ്തേക്കുന്ന സിനിമയാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് പറയും, ഞാൻ അത് സ്പോയിലർ ഒന്നും ഇല്ല അതിനകത്ത്. കാരണം നമുക്ക് തന്നെ അറിയാം, ആ സിനിമ ഇറങ്ങിയപ്പോ തന്നെ അതിനെ കുറിച്ച് പറഞ്ഞത് പ്യൂർലി അതൊരു ഫാൻ ഒരു പവർ ഉണ്ടാകുക, ഒരു തിയേറ്ററിൽ തന്നെ കണ്ട് സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു മൂവിയാണ്. അങ്ങനത്തെ ഒരു രീതിയിൽ കളക്ഷൻസും കാര്യങ്ങളും കിട്ടിയ ഒരു സിനിമയാണ്. ഇപ്പോഴാണ് OTT റിലീസായത്. അപ്പോഴാണ് ഞാൻ കണ്ടത്. ഞാൻ കാണുമ്പോൾ എനിക്ക് ഒരു ഫാൻ്റെ ടൈപ്പ് മൂവി അല്ലേ, അത് എനിക്ക് ശരിയാവോ എന്നുള്ള മൈൻഡിലാണ് കണ്ടു തുടങ്ങിയത്. പക്ഷെ കണ്ടു തുടങ്ങി ആ ഒരു ഫ്ലോയിൽ കയറി വന്നപ്പോഴത്തേക്ക്, ആ ക്യാരക്ടറിലേക്ക് വന്ന ആ ഒരു സിനിമേന്റെ ആ ഒരു ഇതായപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ ചിന്തിച്ചു, അജിത്ത് ഇങ്ങനത്തെ ഒരു സിനിമയൊന്നും എങ്ങനെ അദ്ദേഹം ഇതിന് സൈൻ ചെയ്തു? കാരണം അദ്ദേഹത്തിന് തലാന്ന് അദ്ദേഹത്തിനെ വിളിക്കുന്നതിനോട് പോലും യോജിപ്പാണ്. അദ്ദേഹം തലാന്ന് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരാൾ എങ്ങനെ ഈ സിനിമയെ ഇങ്ങനെ സമ്മതിച്ചു എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിലെ ഒരു പ്ലോട്ട്, ഒരു ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കണക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് സിനിമ പോകുന്നത്. അല്ലാതെ വെറും ഗാങ്സ്റ്റർ, അടിപിടി, വഴക്ക്, ബഹളം, ഷൂട്ടിങ്, ഇതൊന്നും അല്ല പരിപാടി. അല്ലാത്ത കുറച്ച് ഫാമിലി ടച്ചും കൂടി കൊടുത്ത്, മെയിൻ ഫാമിലി ആണ് അതിൽ. അപ്പൊ അങ്ങനെ കൊടുത്തിട്ടാണ് ആ സിനിമ ചെയ്തേക്കുന്നത്. അതുകൊണ്ടാവണം അദ്ദേഹം അത് സൈൻ ചെയ്തതും അതിൽ അഭിനയിച്ചതും ഒക്കെ എന്ന് എനിക്ക് തോന്നി. അതിലിപ്പം ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഈ സിനിമയെ കുറിച്ചിട്ടോ ഈ സിനിമന്റെ കഥയോ റിവ്യൂയോ ഒന്നുമല്ല. നിങ്ങൾക്ക് അറിയാം ഞാൻ എന്തായിരിക്കും സംസാരിക്കുക എന്നുള്ളത്. ഞാൻ സംസാരിക്കുന്നത് മെയിനായിട്ട് എനിക്ക് അതിൽ ഏറ്റവും കുക്കിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ AK എന്നാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞേക്കാം, AK എന്നാണ് നമ്മുടെ അജിത് സാറിന്റെ ക്യാരക്ടറിന്റെ പേര്. അങ്ങനെയാണ്, റെഡ് ഡ്രാഗൺ AK എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ മോന്റെ ക്യാരക്ടർ ചെയ്തിട്ടുള്ള വിഹാൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. വിഹാൻ എന്ന് പറയുന്നത് അച്ഛനില്ലാതെ, അച്ഛൻ ബിസിനസ്സായിട്ട് തിരക്കാണ്. കുഞ്ഞിലേ അച്ഛൻ പുറത്താണ്, ബിസിനസ് മീറ്റിംഗ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് തിരക്കാണ് അച്ഛൻ. അതുകൊണ്ടാണ് ഇതുവരെ കുഞ്ഞ് ജനിച്ചിട്ട് ഓർമ്മ വെച്ച നാൾ മുതൽ കുഞ്ഞിന് അച്ഛനെ കണ്ടിട്ടില്ല. അച്ഛന്റെ വീഡിയോ കോളിലൂടെയും ഫോട്ടോയിലൂടെയും ഒക്കെ, നോർമൽ കോളിലൂടെ ഇങ്ങനെയൊക്കെ മാത്രമേ കുട്ടി അച്ഛനെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ വളരുന്ന ഒരു കുട്ടിയാണ് വിഹാൻ എന്ന് പറയുന്നത്. ആ കുട്ടിയുടെ കോൺവക്കേഷന് അച്ഛൻ എന്തായാലും വരണം, 18th ബർത്ത്ഡേക്ക് എന്തായാലും വരണം, അച്ഛനെ കാണണം എന്ന് പറഞ്ഞാൽ അച്ഛനെ ഭയങ്കര, നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും അച്ഛനോട് ഭയങ്കര സ്നേഹം കാണിക്കുന്ന ഒരു കുട്ടിയാണ്. കാരണം അതില് ഒരു തൃഷയാണ് അമ്മയായിട്ട് വരുന്നത്. തൃഷയുടെ ക്യാരക്ടർ പറയുന്നുണ്ട്, എവിടെ അവര് പിന്നെ ട്രിപ്പിന് പോയി കഴിഞ്ഞാലും അച്ഛൻ ഇത് ചേരുവോ, ഈ ഡ്രസ്സ് ഇത് എങ്ങനെയുണ്ട്, മാച്ച് ആവുമോ എന്ന് ചോദിച്ച് അച്ഛന്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് അച്ഛന് വേണ്ടി ഡ്രസ്സുകൾ വാങ്ങാനും, അച്ഛന് വേണ്ടി എപ്പോഴും നമ്മൾ ഒരു സ്ഥലത്ത് പോയാലും വേറൊരാളെ ഓർക്കുക എന്ന് പറയുന്നത് നമ്മൾ അത്രയും അവരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അവരെ ഓർക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കുട്ടിയാണ് വിഹാൻ എന്ന് പറയുന്നത്. ഇപ്പോ AK എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ അജിത് സാറിന്റെ ക്യാരക്ടർ എടുത്തു കഴിഞ്ഞാല് അദ്ദേഹം ഒരു ഗാങ്സ്റ്റർ ആണ്. ഗാങ്സ്റ്റർ ആയിരുന്ന ഒരാള് മാരേജ് ചെയ്തു, ഒരു കുട്ടിയായി. അപ്പോഴാണ് കുട്ടീനെ ഇനി എടുക്കാൻ പാടില്ല, കുട്ടീനെ ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിലേക്കൊന്നും കുട്ടീനെ ഞാൻ തരില്ല, കുട്ടീനെ തൊടണ്ടെന്നുള്ള രീതിയിൽ തൃഷയുടെ ക്യാരക്ടർ പറയുന്നുണ്ട്. അപ്പോഴാണ് അങ്ങനെയാണ് അദ്ദേഹം അതിൽ നിന്ന് ആ ഗാങ്സ്റ്റർ ലൈഫ് ഒഴിവാക്കി തിരിച്ചു വരാമെന്നുള്ള രീതിയിൽ ജയിലിൽ സറണ്ടർ ആയി ജയിലിൽ കിടക്കുന്നത്. അപ്പൊ ജയിലിൽ കിടക്കുന്ന സമയമാണ് കുട്ടീനോട് പറയുന്നത്, അത്രയും നാളും ബിസിനസ്സായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അതിന്റെ തിരക്കായിട്ടാണ് വരാൻ പറ്റാഞ്ഞെന്നാണ് കുട്ടീനെ ഇവരെല്ലാവരും പറഞ്ഞു വെക്കുന്നത്.
പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ടല്ലോ, കള്ളന്റെ മകൻ കള്ളൻ, കൊലപാതകിന്റെ മകൻ കൊലപാതകി. അങ്ങനെ ഒരു എന്ന് വെച്ചാൽ ക്രൈം ചെയ്യുന്ന, ഇതിപ്പോ എല്ലാ കേസിലും അങ്ങനെയുണ്ട്. സാധാരണ കൂലിപ്പണി എടുക്കുന്നവന്റെ മകൻ കൂലിപ്പണിക്കാരൻ, അല്ല അമ്മ ഇങ്ങനെ അമ്മ ഇതിലെങ്കിലും സൊസൈറ്റീന്റെ ഒരു രീതിയിൽ മോശമായി ജീവിക്കുന്നവളാണ് എന്നുള്ള രീതി. അപ്പം ആ മോൾ അങ്ങനെയാവും, മോൻ അങ്ങനെയാവും. അങ്ങനെ ഒരു സെറ്റപ്പ് ആണല്ലോ അത്. ഈ ഒരു ഇതിലേക്ക് വരുമ്പോഴും, അതായത് ക്രൈമിന്റെ ഇതിലേക്ക് വരുമ്പോഴും, ഒരാളെ പീഡിപ്പിച്ചോ അതുപോലെ എന്തെങ്കിലും സെക്ഷൽ റിലേഷൻ ആയിട്ടുള്ള കേസുകളിലൊക്കെ കുടുങ്ങുന്ന ആളെ മക്കളും അങ്ങനെയാണ്, ക്രൈം ചെയ്യുന്ന ആൾക്കാരെ മക്കളും അങ്ങനെയാണ് എന്ന് പറയുന്ന ആ ഒരു സൊസൈറ്റി പറഞ്ഞു വെക്കുന്ന കാര്യത്തിനോട് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മൾ വിഹാനിൽ കാണുന്നത്. അച്ഛൻ അങ്ങനെ ഒരു ഗാങ്സ്റ്റർ ആളെ മോനാണ് എന്ന് ഉണ്ടായിട്ട് പോലും ആ കുട്ടിയുടെ ആ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തേക്കുന്നത് ഇത്രയും നല്ലൊരു പ്യുവർ ആയിട്ടുള്ള ഒരു നിഷ്കളങ്കനായിട്ടുള്ള, കാരണം ഒരു റിലേഷൻ ഉണ്ടായിട്ട് ആ റിലേഷൻ എന്നെ പറ്റിക്കുവാണ് എന്നുള്ള രീതി പോലും ആ കുഞ്ഞിന് മനസ്സിലാവുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ അത്രയും ഡീപ്പായിട്ട് ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്, എന്റെ മുന്നിലാണ് അവൾക്ക് അങ്ങനെ പ്രശ്നം പറ്റിയെന്നുള്ള ഒരു കുറ്റബോധത്തിൽ ജീവിക്കുന്ന ഒരു കുട്ടി അതിനെ അറിയാതൊരു കേസിൽ കുടുക്കിയിട്ട് എന്നിട്ട് പോലും അത് ചെയ്യാത്തൊരു തെറ്റിന് നിന്നിട്ട് പോലും അത് അത്രയും കഷ്ടപ്പെടുവാണ്. കാരണം ജീവിതത്തിൽ നന്നായിട്ട് ഒരു ഗാങ്സ്റ്ററിന്റെ മകനായിട്ട് പോലും ജീവിതത്തിൽ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ സൊസൈറ്റിയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് സപ്പോർട്ടല്ല. ഓരോ കേസിൽ കുടുക്കിയിട്ടും അല്ലാതെ അങ്ങനെയൊക്കെ ആയിട്ട് ജീവിതം നശിപ്പിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു ടൈമില് മകൻ അങ്ങനെ ഒരു ഡ്രഗ് കേസിൽ കുടുങ്ങി എന്ന് പറയുമ്പോഴും അച്ഛനും അമ്മയും പറയുന്നുണ്ട്, ഇല്ല എന്റെ മകൻ അങ്ങനെ ചെയ്യില്ല, ഞാൻ വളർത്തിയ മകൻ അങ്ങനെയല്ലാന്ന് അമ്മ പറയുന്നുണ്ട്. അതുപോലെ അവൻ അങ്ങനെ ചെയ്യില്ല, നീ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാന്ന് അച്ഛൻ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു വാക്ക്, അങ്ങനെ ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ലോകത്തിലെ എന്ത് നമ്മൾ പറഞ്ഞോട്ടെ, നമ്മൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞോട്ടെ, നമ്മളെ അച്ഛനും അമ്മയും നമുക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവുമില്ല. എന്നുവെച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് ജീവിക്കാനുള്ള ഒരു ഇതാണ് നമ്മുടെ അച്ഛനും അമ്മ, നമ്മുടെ പാരന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ വലിയ സപ്പോർട്ടാണ്. അപ്പൊ അവർ നമ്മളെ കട്ടക്ക് നമ്മളെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നും പേടിക്കാതെ നമുക്ക് ധൈര്യത്തിൽ ഓരോ പ്രശ്നങ്ങളെയും ഫേസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവാന്ന് നമുക്ക് ആ കാര്യത്തിലൂടെ മനസ്സിലാവുന്നുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞത്, ഈ ഒരു കൊലപാതകിന്റെ മോൻ കൊലപാതകി, റോബറി ചെയ്യുന്ന ആളുടെ മകൻ റോബറി ചെയ്യുന്ന ആള് എന്നുള്ള ആ ഒരു പാരമ്പര്യം അങ്ങനെ തുടർന്നു വരുന്ന അല്ലാത്ത കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലും നമ്മുടെ ചുറ്റുഭാഗത്തും ഒക്കെ ഉണ്ട്. ചിലപ്പോൾ അവരുടെ അച്ഛനോ അമ്മയോ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലത്തിലോ കാര്യത്തിലോ പ്രശ്നത്തിലൊക്കെ ആയിട്ടുള്ള ആൾക്കാരാവാം. പക്ഷെ നമ്മൾ അവരുടെ മകൻ അവരുടെ മോനാണ്, അവരുടെ മോളാണ്, അപ്പൊ അവളും അങ്ങനെയായിരിക്കും അവനും അങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ വളരാനോ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാനോ ഒന്നും ശ്രമിക്കുന്നില്ല. അതിനു പകരം നമ്മൾ അവരെ വളരെ മോശം രീതിയിൽ കാണുകയും ബിഹേവ് ചെയ്യുകയും ഒക്കെയാണ് മിക്കവരും ചെയ്യുന്നത്. നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ്. വിചാരിച്ചിട്ട് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുകയോ അവരങ്ങനെ ഇതില്ല അങ്ങനെയൊന്നും അല്ല പറയുന്നത്. അങ്ങനെ അല്ലാത്തവരും ഉണ്ട്. അങ്ങനെ അല്ലാത്തവരും നമ്മുടെ ഇപ്പൊ ഈ ഗുഡ് ബാഡ് അഗ്ലിയിലുള്ള വിഹാന പോലത്തെ പല കുട്ടികളും നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. അപ്പൊ അവരെ നമ്മൾ ആ രീതിയിൽ കണ്ണിൽ മാത്രം കാണാതെ അവർക്ക് സപ്പോർട്ട് കൊടുക്കേണ്ട സപ്പോർട്ട് കൊടുക്കുക. ഇനിയിപ്പോ നമുക്ക് സപ്പോർട്ട് കൊടുക്കാനോ പറ്റിയിട്ടില്ല. നമ്മൾ ഈ പറയുന്ന സൊസൈറ്റീന്റെ ആ ഒരു ഇതുണ്ടല്ലോ, ഇങ്ങനെ ആൾക്കാരെ ആ രീതിയിൽ അവരോട് സംസാരിക്കുക, ആ രീതിയിൽ അവർ നീ മറ്റേ ഇവന്റെ മോനല്ലേ, നീ മറ്റേ അവളുടെ മോനല്ലേ എന്നുള്ള രീതിയിൽ ഓരോ സംസാരങ്ങൾ പോലും അവരുടെ കോൺഫിഡൻസിനെയാണ് തകർക്കുന്നത്. അവർക്ക് അവർ സ്വന്തമായി ഡെവലപ്പ് ചെയ്ത പല കാര്യങ്ങളുമാണ് അതിലൂടെ ഓരോ സംസാരത്തിലൂടെയും ഓരോ ബിഹേവിയറിലൂടെയും പ്രശ്നം ഉണ്ടാകുന്നത്. കാരണം ഒരു കള്ളന്റെ മോനാണെങ്കിൽ ഒരു പ്ലേസിൽ എന്തെങ്കിലും കളവ് പോയി കഴിഞ്ഞാൽ ഇവൻ കള്ളന്റെ മോനാണ്, അപ്പൊ ഇവനും കള്ളനാന്ന് ഇവനായിരിക്കും അതെടുത്തിട്ടുണ്ടാവുക എന്നുള്ള രീതിയിൽ ആ കുട്ടീനെ അവിടെ ക്രൂശിക്കുമ്പോ ആ കുട്ടി ഒരു തെറ്റും ചെയ്യാത്തൊരു കുട്ടിയാണ് അവിടെ ഒരു വലിയൊരു പ്രോബ്ലത്തിൽ ചെന്ന് ചാടുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന പ്രശ്നം ആ ഒരു പ്രോബ്ലം മുതൽ ഭാവിയിൽ എത്ര കാലം കഴിഞ്ഞാലും ആ കുട്ടിക്ക് ഉണ്ടാവുന്ന ആ പ്രോബ്ലം എന്ന് പറയുന്നത് റിക്കവർ ചെയ്യാൻ പറ്റാത്തൊരു ട്രോമയിലൂടെ ആയിരിക്കും ആ കുട്ടി കടന്നു പോയിട്ടുണ്ടാവുക എന്നുള്ളത്.
അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ചുറ്റിലും അങ്ങനെ പല കുട്ടികളുണ്ടെങ്കിലും നമ്മളാൽ പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും അവരുടെ ഡെവലപ്മെന്റിന് നമ്മൾ തടസ്സം നിൽക്കാതെങ്കിലും നമുക്ക് നിൽക്കാം. വിഹാനെ പോലെ അങ്ങനെ കുറേ നല്ല നല്ല കുട്ടികൾ ഉണ്ടാവട്ടെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ആഗ്രഹിക്കാം. അപ്പൊ ഇത്രയൊക്കെയാണുള്ളത് എനിക്ക് ഈ സിനിമയായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. എന്തൊക്കെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ? ഞാൻ ഇങ്ങനെ സിനിമയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് സംസാരിക്കുന്നതിനെ കൊണ്ട്, ക്യാരക്ടർ വൈസ് നമ്മുടെ സോഷ്യൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിനെ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? എന്താണ് നല്ലതായാലും മോശമായാലും എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് എന്റെ വീഡിയോനെ കുറിച്ചിട്ട് അഭിപ്രായം പറയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അത്രയധികം ഞാൻ വാല്യൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ ഏതൊക്കെ സിനിമയായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് എന്നുള്ളതും കൂടി അതും ഒന്ന് സജഷൻ തരണം കേട്ടോ. എങ്കിൽ ഞാൻ ആ സിനിമയെ കുറിച്ച് ഒന്ന് പഠിച്ച് ഒന്ന് മനസ്സിലാക്കി ഒക്കെ ഞാൻ സംസാരിക്കുന്നതാണ്. അപ്പൊ പിന്നെ ഇത്രയൊക്കെയാണുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ. ഓക്കെ, ബൈ.